ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ 222 പോർട്ടൽ ഓൺ ആവുന്ന ദിവസമാണ്. ഫെബ്രുവരി 22, രണ്ടാമത്തെ മാസം. നമ്മൾ ഫെബ്രുവരി 2-ാം തീയതി പറഞ്ഞ ആ ഒരു പോർട്ടലിനേക്കാൾ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് നാളെ വരുന്നത്. അതുമാത്രവുമല്ല, നിങ്ങൾക്ക് സാധാരണയായി ചെയ്യുന്നത് പോലെ ഇത് എഴുതണം എന്നുള്ള ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഈ പറയുന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതിയാവും. 24 മണിക്കൂറിനുള്ളിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫലം നിങ്ങൾക്കിതിന് ലഭിച്ചിരിക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നതിന് മുൻപായി ഇന്ന് ലക്ഷ്മി പഞ്ചമിയാണ്. ഈ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന വളരെയധികം പവർഫുള്ളായിട്ടുള്ള പഞ്ചമി ദേവിയായ വാരാഹിയമ്മയുടെ മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5 പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതിയാവും. അതോടൊപ്പം തന്നെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളും വീഡിയോ കാണാത്തവരൊക്കെ പോയി കാണണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നാളെ 222 പോർട്ടൽ ഓൺ ആണെന്ന് ഞാൻ പറഞ്ഞു. നാളെ നമുക്കിത് ഏതൊരു സമയത്തും ചെയ്യാവുന്നൊരു കാര്യമാണ്. സാധാരണ പറയുന്നത് പോലെ 2 മണിക്ക് 2:22 ആ ഒരു സമയമല്ല. ഏതൊരു സമയത്താണോ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാനപരമായിട്ട് ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സമയത്തും ചെയ്യാം. ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോൾ 22-ാം തീയതി തുടങ്ങും. അപ്പോൾ ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, 2 പ്രാവശ്യം നമ്മൾ ഈ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നിങ്ങൾ, അതായത് ഉറങ്ങുന്നതിന് മുൻപ് ചെയ്തിട്ട് നാളെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വീണ്ടും ചെയ്യാം. അല്ലെങ്കിൽ നാളെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇത് ചെയ്യുക, വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ചെയ്യുക. അത് നമ്മുടെ ഇഷ്ടമാണ്. അതായത് 2 നേരം നമ്മളിത് ചെയ്യണം. ഇന്ന് രാത്രി 12 മണിക്കും നാളെ രാത്രി 12 മണിക്കും ഇടയ്ക്കുള്ള ഏതെങ്കിലും 2 സമയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സോ പുലയോ വാലായ്മയോ നോൺ വെജ് കഴിച്ചെന്നോ കുളിച്ചിട്ടില്ലെന്നോ ഉള്ള യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇതിന് ബാധകമല്ല. ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും നാളെ ഏതൊരു സമയത്തും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്കിത് നാളെ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. കുറേ പേര് ലേറ്റായിട്ട് കണ്ടിട്ട് ഇപ്പം ഞങ്ങളിത് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. 2026 ഫെബ്രുവരി 22-ാം തീയതി മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതും ഓർമ്മയിൽ വെക്കണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരിടത്ത് പോയി ആദ്യം തന്നെ ഇരിക്കുക. കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക് അങ്ങനെ ദിശകളൊന്നും നോക്കേണ്ടുന്ന ആവശ്യമില്ല. എവിടെയാണോ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ആ സമയത്ത് മറ്റ് ബഹളങ്ങളൊന്നും ഉണ്ടാവരുത്. നമുക്ക് കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരോട് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയണം. അല്ലെങ്കിൽ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയം, ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. കാരണം കോൺസെൻട്രേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. അതിനുശേഷം 3 പ്രാവശ്യം നമ്മുടെ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക, പുറത്തോട്ട് കളയുക. ഇൻഹേൽ ചെയ്യുക, എക്സ്ഹേൽ ചെയ്യുക. അകത്തോട്ടെടുക്കുന്നു, വളരെ പതിയെ മതിയാവും. അകത്തോട്ടെടുക്കുന്നു, ശേഷം പുറത്തോട്ട് ശ്വാസം വിടുന്നു. എഗെയിൻ വീണ്ടും അകത്തോട്ടെടുക്കുന്നു, പുറത്തോട്ട് വിടുന്നു. അങ്ങനെ 3 പ്രാവശ്യം നമ്മളിത് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ മൈൻഡ് ഒരു വിധത്തിൽ സമാധാനപരമാകും. അതിനുശേഷം എക്സാക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഒരൊറ്റ ആഗ്രഹം മാത്രമേ നിങ്ങളിവിടെ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ദയവ് ചെയ്ത് ചിന്തിക്കരുത്. എപ്പോഴും എല്ലാവരും ചോദിക്കും 2 ആഗ്രഹങ്ങൾ എഴുതിക്കോട്ടെ എന്ന്. ഇവിടെ ഒരേ ഒരു ആഗ്രഹം മാത്രം നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നന്ദി പ്രപഞ്ചമേ എനിക്കിത് തന്നതിന് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറയുക. ഇപ്പം ഉദാഹരണത്തിന്, നന്ദി പ്രപഞ്ചമേ എനിക്കിത് തന്നതിന്, ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജോലി എന്ന് പറയുക. അതായത് നന്ദി പ്രപഞ്ചമേ എനിക്കിത് തന്നതിന് എന്ന് പറഞ്ഞതിന് ശേഷം വേണം നമ്മുടെ ആഗ്രഹം എന്താണെന്ന് പറയാൻ. അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് പറയാം. ഇത് 22 പ്രാവശ്യമാണ് നമ്മൾ പറയേണ്ടത്. ഇനി പറയുമ്പം തെറ്റിപ്പോകും, അല്ലെങ്കിൽ പറയുമ്പം ഞങ്ങൾക്കതിനൊരു പൂർണ്ണതയില്ല എന്ന് തോന്നുന്നവർക്ക് ഒരു നോട്ട്ബുക്കിൽ 22 പ്രാവശ്യം എഴുതാവുന്നതാണ്. എഴുതണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല.
നമുക്കിത് പറഞ്ഞാൽ മതിയാവും. നമ്മൾ മന്ത്രമൊക്കെ ചൊല്ലുന്നത് പോലെ കൗണ്ടിങ്ങിന് വേണ്ടി 22 എണ്ണം എന്തെങ്കിലും കടലയോ ചെറുപയറോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കൗണ്ട് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്ത് 22 പ്രാവശ്യം ഇത് പറയുക. വളരെ സ്പീഡിൽ നന്ദി പ്രപഞ്ചമേ എനിക്ക് തന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പറയരുത്. നന്ദി പ്രപഞ്ചമേ എനിക്കിത് തന്നതിന്, ഞാൻ ആഗ്രഹിച്ച പോലൊരു ജോലി, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറിയതിന്, എൻ്റെ ഭർത്താവ് ആരോഗ്യവാനായിരിക്കുന്നതിന്, അതായത് നമ്മൾ പ്രപഞ്ചത്തിനോട് നമുക്കത് തന്നതിനുള്ള നന്ദിയാണ് നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 22 പ്രാവശ്യം നിങ്ങളിത് പറയുമ്പോൾ അത് മനസ്സിൽ കാണണം. ഇനി പറയുന്നതിനോട് താല്പര്യമില്ലാത്തവർക്ക് എഴുതാമെന്നും ഞാൻ പറഞ്ഞു. ഏറ്റവും നല്ലത് പറയുന്നത് തന്നെയാണ്. മനസ്സിൽ പറയുകയോ അല്ലെങ്കിൽ നമ്മൾ ഒച്ചത്തിൽ ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന പോലെ പറയുകയോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നാളെ ഞായറാഴ്ചയാണ്, ഷഷ്ഠി തിഥിയും കൂടിയിട്ടാണ്. ഇപ്പം ഞാൻ ഭഗവാൻ മുരുകനോട് പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തിനോട് പറയാം. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ ചോദിച്ച കാര്യത്തിന് എനിക്കൊരു സൈൻ അങ്ങ് കാണിച്ചു തരണം എന്ന് പറയണത്. നമ്മൾ 22 പ്രാവശ്യം നമ്മുടെ ആഗ്രഹം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭഗവാനോട് പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടദൈവം ആരും ആയിക്കൊള്ളട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യം 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് അതിന് നടന്നു കിട്ടും എന്നുള്ളൊരു സൂചന, ഒരു സൈൻ എനിക്ക് കാണിച്ചു തരണം. അത് ഇൻസ്റ്റഗ്രാമിലോ FBയിലോ ഒരു റീലായിട്ടോ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളോട് വന്ന് പറയുക, എന്ത് സൈനും, അതിപ്പോൾ ഒരു മയിലിനെ കാണുന്നതാവാം, അല്ലെങ്കിൽ ഒരു മയിലിൻ്റെ ഫോട്ടോ ഫ്രണ്ട് അയച്ചു തരുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ മഴവില്ല് കാണുന്നതാവാം, അല്ലെങ്കിൽ തൂവൽ പറന്നു പോകുന്നത് കാണുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലവർ, താമരപ്പൂവോ റോസാപ്പൂവോ നമ്മുടെ കയ്യിൽ കിട്ടുന്നതാവാം. അതല്ലെന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം, അത് നമ്മൾ പറയണം, ഇന്ന കാര്യം 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഈ ഒരു സൈൻ കാണിച്ചു തന്നാൽ ഈ ഒരു കാര്യം നടക്കും, അതെനിക്ക് കാണിച്ചു തരണമെന്ന് നമ്മൾ ഭഗവാനോട് പറയുന്നു. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേക്കാം. അപ്പോൾ ഇത് 1-ാമത്തെ പ്രാവശ്യം. ഇനി 2-ാമത്തെ പ്രാവശ്യം അടുത്ത സെക്കൻഡ് ടൈം. ഇപ്പം നിങ്ങൾ രാവിലെയാണിത് ചെയ്തതെങ്കിൽ വൈകിട്ട് വീണ്ടും ഇതേപോലെ പോയി ഇരിക്കുക. ശ്വാസം അകത്തോട്ടെടുക്കുക, പുറത്തോട്ട് വിടുക. അതിനുശേഷം പറയുകയോ എഴുതുകയോ. ഇപ്പം ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ പറയുകയാണ് ചെയ്തതെങ്കിൽ 2-ാമത്തെ പ്രാവശ്യം പറയുക തന്നെ വേണം, എഴുതാൻ പാടില്ല. അതിനുശേഷം വീണ്ടും ഭഗവാനോട് സൈൻ പറയണം. അതായത് ആദ്യം പറഞ്ഞ സൈൻ തന്നെ, ഞാനിപ്പോൾ പ്രാർത്ഥിച്ച ഈ കാര്യം 24 മണിക്കൂറിനുള്ളിൽ എനിക്കൊരു മഴവില്ല് കാണിച്ചു തന്ന് ഇത് നടക്കുമെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തരണം എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് പറഞ്ഞിരിക്കണം. നമുക്കൊരു സൈനാണ്. എനിക്കറിയാം എല്ലാവരും നമ്മൾ ചോദിക്കുന്നതാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ ഭഗവാൻ, അല്ലെങ്കിൽ ഒരു 222 നമ്പർ കണ്ടാലും മതി. അതായത് 24 മണിക്കൂറിനുള്ളിൽ 222 222 എന്നുള്ളൊരു സമയം, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ഒരു നമ്പർ, അല്ലെങ്കിൽ കടയിൽ പോയി നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കും അതിൻ്റെ ടോട്ടൽ എമൗണ്ട്, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും അതെനിക്ക് കാണിച്ചു തരണമെന്ന് പറയുക. അതിനുശേഷം ലെറ്റ് ഇറ്റ് ഗോ, നമ്മളതിനെ മറന്നു കളഞ്ഞേക്കുക. 100% ഷുവറായും 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വിശ്വാസത്തോടു കൂടി മാത്രം നിങ്ങളിത് ചെയ്യുക. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. വിശ്വാസമാണ് ഇവിടെ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം. എനിക്കറിയാം ഇതിനു മുൻപ് ചെയ്തിട്ടും എല്ലാവർക്കും ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ 100 പേര് ഈ ഒരു വീഡിയോ കണ്ട് ചെയ്തു നോക്കിയാൽ 100-ൽ ചിലപ്പോൾ 40 പേർക്കായിരിക്കും നടന്നിട്ടുണ്ടാവുക, ബാക്കി 60 പേർക്ക് നടന്നു കാണില്ല. പക്ഷേ നമ്മൾ വിശ്വാസപൂർവ്വം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ വിശ്വാസപൂർവ്വം നാളെ ചെയ്താൽ തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഭഗവാൻ മുരുകന് വളരെയധികം പ്രിയപ്പെട്ട ഷഷ്ഠി തിഥിയും കൂടിയിട്ടാണ് നാളെ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കൂ, ഫലം തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. നാളെ ശീതള ഷഷ്ഠിയാണെന്ന് ഞാൻ പറഞ്ഞു. നാളത്തെ ദിവസം ഭഗവാന് 16 പ്രാവശ്യം ചൊല്ലി സമർപ്പിക്കേണ്ടത് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും എല്ലാവരും കണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും അതിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.